കേരളത്തിനകത്തും പുറത്തും ശ്രദ്ധേയമായി മാറിയ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ സ്നേഹ സദസ് മസ്കറ്റിലും പ്രൗഢഗംഭീരമായി നടന്നു. മസ്കറ്റിലെ ഹോർമസ് ഗ്രാൻഡ് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ നടന്ന സൗഹാർദ്ദ സംഗമം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. സൗഹൃദ സംഗമങ്ങൾ ജനങ്ങൾക്കിടയിലുള്ള അകലവും വിള്ളലുകളും അകറ്റാനുള്ള ഏകമാർഗമാണെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അഭിപ്രായപ്പെട്ടു. എല്ലാവരും ഒരുമിച്ചുകൂടി ഒരു നല്ല ഫംഗ്ഷൻ ഇവിടെ അവർ സംഘടിപ്പിച്ചു. സ്വാമിമാരും അച്ഛന്മാരും പിതാക്കന്മാരും ശ്രേഷ്ഠ പണ്ഡിതന്മാരും ആചാര്യന്മാരും അതുപോലെ തന്നെ മസ്കത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള KMCCയുടെ പ്രവർത്തകന്മാരും അവരെല്ലാം ചേർന്നുകൊണ്ട് ഒരു നല്ല പ്രഭാതമായിരുന്നു ഇന്ന് ഞങ്ങൾക്കൊക്കെ സമ്മാനിച്ചത്. നമ്മൾ സംഘടിക്കുന്നത് ഈ നാടിനും സമൂഹത്തിനും തലമുറയ്ക്കും വേണ്ടിയാണ്. നമ്മൾ അകറ്റി നിർത്തുന്നത് വിദ്വേഷത്തെയാണ്. സ്നേഹത്തെ കൂട്ടുപിടിച്ച് വിദ്വേഷത്തെ അകറ്റി നിർത്തുമ്പോൾ അവിടെയുണ്ടാകുന്നത് മൈത്രിയും മനുഷ്യത്വവും സഹവർത്തിത്വവുമാണെന്ന് തങ്ങൾ സൂചിപ്പിച്ചു. നബിദിനവും ഓണവും ഒരുമിച്ച് വന്ന ഈ സുദിനത്തിൽ ഇത്തരമൊരു പരിപാടിയിൽ ഒരുമിച്ച് കൂടിയത് പ്രവാസ ജീവിതത്തിനിടയിൽ ആദ്യത്തെ അനുഭവമാണെന്ന് അധ്യക്ഷപദം അലങ്കരിച്ച ഡോക്ടർ P. മുഹമ്മദ് അലി ഗൾഫാർ പങ്കുവയ്ക്കുകയുണ്ടായി. സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, സ്വാമി ആത്മദാസ് യമി, അഡ്വക്കേറ്റ് ഓണംപിള്ളി മുഹമ്മദ് ഫൈസി, ഫാദർ ജോർജ് വടക്കോട്ട് തുടങ്ങി പൊതു സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ അതിഥികളായി എത്തിയത് പരിപാടിയുടെ മാറ്റുകൂട്ടി. മസ്കറ്റിൽ ഇപ്രകാരം ഒരുമിച്ച് കൂടുവാനുള്ള അവസരം എല്ലാവർക്കും ലഭിക്കുന്നതിൽ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഒരു മതവിവിധതകളുടെ നടുവിൽ സൗഹാർദ്ദത്തിൻ്റെ ഭാഷ ഒരുമിച്ച് ചേർന്ന് അറിയിക്കുവാൻ സാധിക്കുകയുള്ളൂ. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ മദീനയിലെ പൂർവികരായ ഇതര സമൂഹങ്ങളുമായി ഉണ്ടാക്കിയ ഉടമ്പടി ലോകപ്രശസ്തവും പഠനാർഹവുമാണെന്ന് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. വൈരവും വിദ്വേഷവും വിതച്ച് സമൂഹത്തിൽ ചിത്രത സൃഷ്ടിക്കാൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുന്നൊരു കാലത്ത് മൈത്രിയും മമതയും സ്നേഹവും പരിരക്ഷിക്കാനും പരിപോഷിപ്പിക്കാനും വേണ്ടി സംഘടിക്കപ്പെട്ട അതുല്യമായ സംരംഭമാണ് ഇത്തരം സംഗമങ്ങളെന്ന് സ്വാമി ആത്മദാസ് യമി പറഞ്ഞു. എല്ലാം ഉൾക്കൊള്ളുന്നത് നന്മയുടെ ആ ഒരു രീതിയിലേക്ക് മനുഷ്യന് ഉയരണം എന്ന് തന്നെയാണ് ഇന്നത്തെ ദിവസമൊക്കെ നമ്മളോട് പറയുന്നത്. പ്രത്യേകിച്ച് ഇന്ന് നാട്ടിലാണ് ഉണ്ടാവേണ്ടത്, ഓണായതുകൊണ്ട്. പക്ഷേ ഒമാനിൽ ഇങ്ങനെയുള്ളൊരു പ്രോഗ്രാം നടക്കുമ്പോൾ അതിൻ്റെ ഒരു നന്മ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ഒരു ഒരു സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവിടെ വന്നത്. മസ്കറ്റ് KMCC പ്രസിഡന്റ് റയീസ് അഹമ്മദ് യോഗം നിയന്ത്രിച്ചു. റഹീം വറ്റല്ലൂർ, PTK ഷമീർ, വിവിധ കേന്ദ്ര ഏരിയ നേതാക്കൾ തുടങ്ങിയവർ സംഗമത്തിന് നേതൃത്വം നൽകി. നാളെ സലാലയിലും സലാല KMCCയുടെ നേതൃത്വത്തിൽ സ്നേഹ സദസ് സംഘടിപ്പിക്കുന്നുണ്ടെന്ന് KMCC ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ഒമാൻ.